ഗുഡ് മോർണിംഗ് ഡിയർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്. നമ്മുടെ ആർട്സ് ഡേ ഏറ്റവും അടുത്തെത്തി. ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് നമ്മുടെ ആർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആർട്സ് ഡേയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളും അവരുടെ പേര് വിവരങ്ങൾ ഈ ഗ്രൂപ്പിൽ നൽകുന്ന ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഗൂഗിൾ ഫോം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ വാട്സപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ഫോമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ഫോം ഓപ്പൺ ആയാൽ അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. പേര് ടൈപ്പ് ചെയ്ത ശേഷം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് തൊട്ടടുത്ത് നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. ക്ലാസ് സെലക്ട് ചെയ്ത് ഹൗസ് സെലക്ട് ചെയ്യുക. ഹൗസ് സെലക്ട് ചെയ്ത ശേഷം കാറ്റഗറി സെലക്ട് ചെയ്യണം. LKG UKG ക്ലാസ്സുകളിലുള്ള കുട്ടികൾ ഈ രജിസ്ട്രേഷൻ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. എന്നാൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഒരു കുട്ടി ഒരു പ്രാവശ്യം മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഒന്നിലധികം പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. സിംഗിൾ ഐറ്റത്തിന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും. എന്നാൽ ഗ്രൂപ്പ് ഐറ്റത്തിൽ ഒരു കുട്ടി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഐറ്റത്തിൻ്റെ ലീഡർ ആണെങ്കിൽ ഒന്നിലധികം പ്രാവശ്യം ആ കുട്ടിക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഹൗസ് ക്യാപ്റ്റന് ഒന്നിലധികം പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാം. എന്നാൽ സിംഗിൾ ഐറ്റമിൽ 3 or 4 സിംഗിൾ ഐറ്റമിൽ പങ്കെടുക്കുന്ന ഏതൊരു കുട്ടിയും ഒറ്റ പ്രാവശ്യം കൊണ്ട് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം. രണ്ടാമത് രജിസ്റ്റർ ചെയ്താൽ 2 രജിസ്ട്രേഷനും വോയിഡായി പോകും. സോ ഓക്കെ, കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. കാറ്റഗറി A എന്ന് പറയുന്നത് 1, 2 ക്ലാസ്സുകളാണ്. കാറ്റഗറി 1 എന്ന് പറയുന്നത് 3, 4 ക്ലാസ്സുകൾ. കാറ്റഗറി 2 4, 5, 6 ക്ലാസ്സുകൾ. കാറ്റഗറി 3 8, 9, 10 ക്ലാസ്സുകൾ. ഇനി ഗ്രൂപ്പ് രജിസ്ട്രേഷന് വേണ്ടിയാണ് നിങ്ങൾ ഈ ലിങ്കിൽ പ്രവേശിച്ചതെങ്കിൽ ഈ 3-4 കാറ്റഗറിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട. പകരം ഗ്രൂപ്പ് ഐറ്റം രജിസ്ട്രേഷനിൽ നിങ്ങൾ ഡയറക്റ്റ് പോകാവുന്നതാണ്. കൂടുതൽ ആളുകൾ ഗ്രൂപ്പ് ഐറ്റത്തിനല്ലല്ലോ പോകുന്നത്. കാറ്റഗറി 3 ഞാൻ ഫോർ എക്സാമ്പിൾ ക്ലിക്ക് ചെയ്തു. കാറ്റഗറി ഏതാണോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അടുത്ത പേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ഐറ്റംസ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. സോ ഞാൻ കാറ്റഗറി 3 എടുത്തു. 8, 9, 10 ക്ലാസ്സുകളുടെ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചപ്പോൾ അടുത്ത് കാണാൻ കഴിയുന്ന കാറ്റഗറി 3 സിംഗിൾ ഐറ്റംസ്. സിംഗിൾ ഐറ്റമിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം 4 സ്റ്റേജ് ഐറ്റം ആൻഡ് മാക്സിമം 4 ഓഫ് സ്റ്റേജ് ഐറ്റം ക്യാൻ ബി സെലക്ട് ഫ്രം ദിസ് ഗ്രൂപ്പ്. അപ്പം 4 സ്റ്റേജ് ഐറ്റത്തിന് എനിക്ക് പങ്കെടുക്കാം പരമാവധി. 4 4 താഴെയോ ആകാം. അതുപോലെ ഓഫ് സ്റ്റേജ് ഐറ്റത്തിനും പരമാവധി ഒരു കുട്ടിക്ക് 4 എണ്ണത്തിന് വരെ പങ്കെടുക്കാം. സോ ഞാൻ കാറ്റഗറി 3യിലെ ഓഫ് സ്റ്റേജ് ഐറ്റം 1ൽ എനിക്ക് താല്പര്യപ്പെട്ടത് കാർട്ടൂണാണ്. ഞാൻ അതിൽ സെലക്ട് ചെയ്തു. വീണ്ടും എനിക്ക് 3 എണ്ണം കൂടെ സെലക്ട് ചെയ്യാൻ പറ്റും ഓഫ് സ്റ്റേജ് ഐറ്റം. സോ ഞാൻ സ്റ്റോറി റൈറ്റിംഗ് മലയാളം സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഓപ്ഷൻ 3 ആയിട്ട് മൂന്നാമത് ഞാൻ പങ്കെടുക്കുന്നത് പെയിൻറ്റിങ് ഓയിൽ കളർ. ഞാനത് സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത് വേഴ്സിഫിക്കേഷൻ മലയാളമാണ്. സോ അത് സെലക്ട് ചെയ്തു. അങ്ങനെ 4 എണ്ണം സെലക്ട് ചെയ്യാനുള്ള എൻ്റെ ഓപ്ഷൻ കഴിഞ്ഞു. ഇനി സ്റ്റേജ് ഐറ്റമാണ്. സ്റ്റേജ് ഐറ്റമിൽ 4 എണ്ണം എനിക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഞാൻ 4 എണ്ണത്തിന് പങ്കെടുക്കുന്നില്ല. സോ ഞാൻ നോക്കി എനിക്ക് പങ്കെടുക്കേണ്ടത് ലൈറ്റ് മ്യൂസിക് മലയാളം ബോയ്സ് അതാണ് വേണ്ടത്. 1 സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷനിൽ കാറ്റഗറി 3യിൽ സ്റ്റേജ് ഐറ്റം 2 ഞാൻ രണ്ടാമത്തെ ആ ഒരെണ്ണത്തിന് മാത്രമേ ഞാൻ സ്റ്റേജ് ഐറ്റത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. സോ ഞാൻ അതുമാത്രം സെലക്ട് ചെയ്തു. ഒന്നിലധികം പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ അതും കൂടെ സെലക്ട് ചെയ്യുക. വീണ്ടും മൂന്നാമത്തെ ഐറ്റം സ്റ്റേജ് ഐറ്റമിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ ഐറ്റം സെലക്ട് ചെയ്തു. റെസിറ്റേഷൻ അറബിക് സെലക്ട് ചെയ്തു. 4ാമത്തെ ഐറ്റം ഇല്ല, 3 ഐറ്റം മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്ന് കരുതി 4ാമത്തേത് ബ്ലാങ്ക് ആയിട്ട് വിട്ടു, ഒന്നും ചെയ്തില്ല. നെക്സ്റ്റ് അടിക്കുക. ഏറ്റവും താഴെ പോയി നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചപ്പോൾ അടുത്തത് ഗ്രൂപ്പ് ഐറ്റം രജിസ്ട്രേഷനിലേക്കാണ് പോകുന്നത്. ഗ്രൂപ്പ് ഐറ്റം രജിസ്ട്രേഷൻ്റെ ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഓൺലി 1 പാർട്ടിസിപ്പേഷൻ ഈസ് അലൗഡ് ഫ്രം ഈച്ച് ഹൗസ് ഫോർ ഈച്ച് ഐറ്റം. ഓരോ ഹൗസിൽ നിന്നും ഒരൈറ്റത്തിന് ഒരു രജിസ്ട്രേഷനെ പാടുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഓർ ടീം ലീഡർ ക്യാൻ രജിസ്റ്റർ. ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻസ് ഇൻ ഗ്രൂപ്പ് ഐറ്റം സെലക്ട് നോട്ട് ആപ്ലിക്കബിൾ. പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഒരു ഗ്രൂപ്പ് ഐറ്റത്തിൽ 7 പേരോ ഇല്ലെങ്കിൽ 10 പേരോ
12 പേരൊക്കെ ആകാം ഒരു ഗ്രൂപ്പിലുള്ളത്. ആ ഗ്രൂപ്പിലൊരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാവും. ആ ഗ്രൂപ്പ് ലീഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഓർ ടീം ലീഡർ, ആ ടീമിൻ്റെ ലീഡർ ആയിരിക്കണം ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ 2 or 3 ഓഫ് സ്റ്റേജ് ഐറ്റംസിനും 2 or 3 സിംഗിൾ ഐറ്റം സ്റ്റേജ് ഐറ്റത്തിനും ഞാൻ പങ്കെടുത്തു. ഞാൻ നയിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ, ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ഡാൻസ്, ആ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ടീം ലീഡർ ഞാനാണ് എങ്കിൽ എനിക്കിവിടെ ഗ്രൂപ്പ് ഡാൻസ് സെലക്ട് ചെയ്യാം. ടീം ലീഡർ ഞാൻ അല്ല എങ്കിൽ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ രീതി. സോ ടീം ലീഡർ ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. ടീം ലീഡർ അല്ല ഞാൻ ഹൗസ് ക്യാപ്റ്റനുമല്ല എങ്കിൽ ഞാനിവിടെ നോട്ട് ആപ്ലിക്കബിൾ സെലക്ട് ചെയ്യണം. സോ ഞാനിവിടെ ടീം ലീഡർ ആയതുകൊണ്ട് ഞാൻ ഏതിനാണ് ഈ പ്രോഗ്രാമിൽ മൈമിന് ഞാൻ പങ്കെടുക്കുന്നയാളാണ്. സോ ഞാൻ മൈം സെലക്ട് ചെയ്തു. മൈം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രൂപ്പ് ഐറ്റമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ രജിസ്റ്റർ ചെയ്യരുത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ മാത്രം. ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ ഹൗസിൻ്റെ ക്യാപ്റ്റനോ അല്ല എങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് എങ്കിൽ ഗ്രൂപ്പ് ഡാൻസ്, ആ ഐറ്റം ഏതാണോ നടക്കുന്ന ആ ഐറ്റമിൻ്റെ ടീം ലീഡറോ മാത്രമേ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ. ശരി, ഹൗസ് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മൈമിന് രജിസ്റ്റർ ചെയ്തു. മൈമിൽ 7 പാർട്ടിസിപ്പൻസ് ആണ് പരമാവധി വേണ്ടത്. പരമാവധി അല്ല വേണ്ടത്. നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചപ്പോൾ ടീം മെമ്പർ രജിസ്ട്രേഷൻ്റെ പേജിലേക്ക് പോയി. ടീം ലീഡറിൻ്റെ പേര് ഞാനാണ് ടീം ലീഡർ, അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് തന്നെ കൊടുത്തു. ഇനി ഹൗസ് ക്യാപ്റ്റനാണ് തൻ്റെ പേരിൽ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇവിടെ എത്തുന്നതെങ്കിൽ ഇവിടെ ഹൗസ് ക്യാപ്റ്റൻ്റെ പേരല്ല കൊടുക്കേണ്ടത്, മറിച്ച് ആ ഐറ്റമിൻ്റെ ലീഡർ ആരാണോ അദ്ദേഹത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നെയിം ദ ടീം മെമ്പർ 1, ആ ടീമിൽ എത്ര പേരാണുള്ള അവരുടെ ഓരോരുത്തരുടെയും പേര് നമ്മൾ കൊടുക്കണം. അടുത്തത് ഞാനൊരു ബിജുവിനെ കൊടുത്തു. നെക്സ്റ്റ് അനീഷിനെ കൊടുത്തു. നെക്സ്റ്റ് സാബു. അങ്ങനെ എൻ്റെ ടീമിൽ എത്ര പേരാണോ ഉള്ളത് 3, 4, 5, 6 അത്രയും ആളുകളുടെ പേര് ഞാനിവിടെ കൊടുക്കണം. അത്രയും ആളുകളുടെ പേര് ഞാൻ കൊടുത്തതിന് ശേഷം താഴെ സബ്മിറ്റ് ബട്ടൺ ഞാൻ അടിക്കണം. സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ് എന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആയിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയുകയുള്ളൂ. ഇതിന് പകരം മറ്റെന്തെങ്കിലുമാണ് നിങ്ങളുടെ ഫോണിൽ കാണുന്നത് എങ്കിൽ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരു കുട്ടി ഇൻഡിവിജ്വൽ ഐറ്റംസിന് പങ്കെടുക്കുന്ന ഒരു കുട്ടി അവൻ 5 ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും 7 ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ രജിസ്ട്രേഷൻ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ചെയ്തുകൂടാ. എന്നാൽ ഗ്രൂപ്പ് ഐറ്റത്തിൽ പങ്കെടുക്കുന്ന ഏതൊരു കുട്ടിക്കും നിങ്ങൾ സിംഗിൾ ഐറ്റത്തിൽ പങ്കെടുക്കുന്നയാളാണെങ്കിൽ അതിനോട് ഒരുമിച്ച് തന്നെ ഗ്രൂപ്പ് ഐറ്റത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ല എങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ പേരടിച്ച്, വീണ്ടും ഞാൻ സ്റ്റാർട്ടിങ്ങിലേക്കാണ് പോയത്, പേരടിച്ചു. ഫോൺ നമ്പറും കൊടുത്തു, ക്ലാസ്സും കൊടുത്തു, നിങ്ങളുടെ ഹൗസ് ഏതാണ് എന്നുള്ളത് കൊടുത്തു. ഹൗസും കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ കാറ്റഗറിയിലേക്ക് പോകാതെ ഗ്രൂപ്പ് ഐറ്റം രജിസ്ട്രേഷനിലേക്ക് ഡയറക്റ്റ് പോകാം. അങ്ങനെ ആയാൽ ഗ്രൂപ്പ് ഐറ്റം രജിസ്ട്രേഷനിലേക്കായിരിക്കും നേരെ പോകുന്നത്. നെക്സ്റ്റ് അടിച്ചു. ഗ്രൂപ്പ് ഐറ്റം രജിസ്ട്രേഷനിൽ ഇവിടെ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് പോയാൽ പോകത്തില്ല. കാരണം ഇവിടെ എഴുതി കാണിക്കും കഴിയത്തില്ല എന്നുള്ളത് എഴുതി കാണിക്കും. ദിസ് ഈസ് റിക്വയർഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്നുമില്ലെങ്കിൽ ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ ഇടണം. ഇല്ല, നിങ്ങൾ ഏതിനാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. ടീം ലീഡറുടെ പേര് കൊടുക്കുക. ടീം മെമ്പേഴ്സിൻ്റെ പേര് ഓരോരുത്തരുടെ പേരായിട്ട് കൊടുക്കുക. താഴേക്ക് ടീം മെമ്പേഴ്സ് എത്ര പേരുണ്ട് അവരുടെ പേര് കൊടുക്കുക. ഏറ്റവും താഴെ സബ്മിറ്റ് ചെയ്യുക. ഈ രീതിയിലാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് നാളെ 21-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4 മണി വരെയാണ്. 21-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക്
ഫോം ഫില്ല് ചെയ്യാൻ അനുവദനീയമല്ല. പിന്നീടുള്ള യാതൊരു രജിസ്ട്രേഷനും നമ്മൾ സ്വീകരിക്കുന്നതല്ല. പരമാവധി ടൈം ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴാണ് ഫോം റിലീസ് ചെയ്യുന്നത്. ഇനി ബുധനാഴ്ച, അതായത് നാളെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 4 മണി വരെയുള്ള ടൈമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. 4 മണിക്ക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. കാരണം രജിസ്റ്റർ ചെയ്ത പാർട്ടിസിപ്പേറ്റ്സിനെ പിന്നെ സോർട്ട് ചെയ്യാനൊക്കെയുള്ള സമയം നമുക്ക് ആവശ്യമായതുകൊണ്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.